പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജലി ജിനേഷ്. BA പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയർ പേപ്പറായ BPSC 1110 ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ചെങ്കിലും ഒരു ചെറിയ ഐഡിയെങ്കിലും അതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ പേപ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഈ വീഡിയോ തൊട്ട് ഡീറ്റെയിൽ ആയിട്ടും ഓരോ ക്ലാസ്സസ് ആയിരിക്കും. മൊത്തം നമുക്കൊരു 13 ചാപ്റ്റർ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റിയിട്ടാണ്, അണ്ടർസ്റ്റാൻഡിങ് ഗ്ലോബലൈസേഷൻ. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഇത് ഫസ്റ്റത്തെ പാർട്ടാണ്. ഓക്കെ, ഒബ്ജക്റ്റീവ്. സോ ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ. നമ്മൾ കുറേ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നമ്മൾ 21st സെഞ്ചുറി എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എറയാണെന്നാണ്. സോ ഗ്ലോബലൈസേഷൻ എന്ന ഒരു വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഡിസ്കസ് ഡിഫറെന്റ് വ്യൂസ് ഓൺ ഇറ്റ്. പല സ്കോളേഴ്സും, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള സ്കോളേഴ്സും അതേപോലെ തന്നെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്കോളേഴ്സും അവർക്ക് പലതരത്തിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഇതിനൊരു മീനിങ് കൊടുത്തിരിക്കുന്നത്. സോ അവരുടെ വ്യൂസ് എന്താണെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ടാവുക. എക്സ്പ്ലെയിൻ ഇറ്റ് ഫേസസ് ആൻഡ് ദ ടൈപ്സ്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല. ഓരോ കാലം കഴിയും തോറും അതിങ്ങനെ എവോൾവ് ചെയ്ത് വന്ന ഒരു പ്രോസസ്സാണ്. സോ ആ അതെങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഗ്ലോബലൈസേഷനായി മാറിയതെന്ന് നമ്മൾ നോക്കും. പിന്നെ ഗ്ലോബലൈസേഷന് കുറെ വൈവിധ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലൈക്ക് ഡിഫറെന്റ് തലങ്ങളുണ്ട് ഇതിന്. അതെന്താന്ന് നമ്മൾ നോക്കും. ഓക്കെ, എക്സാമിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ ആൻഡ് സോവറിനിറ്റി. ഗ്ലോബലൈസേഷൻ എന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നല്ല മാറ്റങ്ങളുണ്ട്, അതേപോലെ തന്നെ അത് നെഗറ്റീവ് സൈഡും ഉണ്ട് അതിന്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ആ ഒരു നെഗറ്റീവ് സൈഡ് ബാധിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റുകളെയാണ്. സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓരോ കൺട്രികളെയാണ്, രാജ്യങ്ങളെയാണ്. ഓക്കെ, രാജ്യങ്ങളുടെ സോവണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം അല്ലെ? രാജ്യങ്ങൾക്ക് അവരുടേതായ സ്വന്തമായിട്ടുള്ള രാജ്യത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുണ്ട് ഉള്ള ആ ഒരു കഴിവിനെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സോവണിറ്റി എന്ന് പറയുന്നത്. ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം അവരുടെ ആ ഒരു പവറിന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ക്രിട്ടിക്കലി കമന്റ് ഓൺ ഗ്ലോബലൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു കാര്യത്തിനായാലും നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. സോ ഗ്ലോബലൈസേഷന്റെ നെഗറ്റീവ് സൈഡ് എന്താണ്, ഗ്ലോബലൈസേഷന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് നമ്മൾ നോക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്താണ് ലൈക്ക് ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട്? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു തരാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈസി മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, മണി, ഐഡിയ, ഇൻഫോർമേഷൻ അക്രോസ് ദ ബൗണ്ടറീസ് ഓഫ് ദ കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അക്രോസ് ദ ബോർഡേഴ്സ് ഓഫ് ദ കൺട്രീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ ഫ്രീ മൂവ്മെന്റ് ഓഫ് മണി, പൈസ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. എങ്ങനെയാ ഇത് മൂവ് ചെയ്യാം? നമ്മൾ മനുഷ്യന്മാര് ട്രാവൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ മണിക്ക് മൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ പൈസയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുക. ട്രേഡ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങുക. അപ്പൊ അതൊക്കെ വഴിയാണ് ഇന്ത്യയിലുള്ള പൈസ അവിടെ വേറൊരു രാജ്യത്തെ എത്തുന്നു, അവിടെയുള്ള പൈസ ഇവിടേക്ക് എത്തുന്നു, വൈസ് വേഴ്സ, അങ്ങനെയല്ലേ? സോ ആ പൈസയുടെ ഈസി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതേപോലെ തന്നെ ഐഡിയ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇസ്രായേൽ പാലസ്തീൻ, അവിടെ നടക്കുന്ന ആ യുദ്ധത്തിനെ പറ്റി നമ്മൾ ഓൺ ദ സ്പോട്ട് നമുക്ക് ഇവിടെ ഇൻഫോർമേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വിത്തിൻ ഒരു 10 to 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാ? അത് ഈ ഗ്ലോബലൈസേഷന്റെ പാർട്ടാണ്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി മൂവ്മെന്റ് ഓഫ് പീപ്പിൾ, മണി, ഐഡിയ, ഇൻഫോർമേഷൻ അക്രോസ് ദ ബോർഡേഴ്സ് ഓഫ് ദ ഡിഫറെന്റ് കൺട്രീസ്. പിന്നെ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മളൊരു ഗ്ലോബൽ വില്ലേജ് ആയി മാറി, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയി മാറി, വളരെയധികം ഇന്റർ കണക്റ്റഡ് ആയി. ഓക്കെ, ഗ്ലോബൽ വില്ലേജ് ആയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ ആൾക്കാർക്ക് സുഖമായിട്ട് ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് പോകാൻ പറ്റും. പൈസ ലൈക്ക് ഫ്രീ ആയി ട്രേഡ് വളരെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ അറിയാൻ പറ്റുന്നത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്നതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് നമ്മൾ, അല്ലെ? സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്ലോബൽ വില്ലേജ് ആയി മാറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് വളരെ ചുരുക്കത്തിൽ ഗ്ലോബലൈസേഷന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഗ്ലോബലൈസേഷൻ ഈസ് എ കോംപ്ലെക്സ് മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ്. ഗ്ലോബലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള, ഭയങ്കര മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇതിന് കുറേ തലങ്ങളുണ്ട്, അതേപോലെ തന്നെ ഇത് കുറേ ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്, ലൈക്ക് പൊളിറ്റിക്സ്, എക്കോണമി, സ്റ്റേറ്റ്, കൾച്ചർ, ടെക്നോളജി. ഈ എല്ലാ ആസ്പെക്റ്റും ഗ്ലോബലൈസേഷൻ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവിൽ പറഞ്ഞു ഗ്ലോബലൈസേഷൻ ആൻഡ് സോവേണിറ്റി. സോവേണിറ്റി എന്ന് പറയുന്നത് എന്താ? പരമാധികാരമാണ്. അപ്പൊ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഓരോ രാജ്യത്തിന്റെയും പരമാധികാരത്തിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതെന്താ? ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഫ്രീ ട്രേഡ് നടക്കുന്നുണ്ട്. മുന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓരോ രാജ്യങ്ങളും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് റൂൾസ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെവി ആയിട്ടുള്ള ടാക്സ്, ഡ്യൂട്ടീസ് പേ ചെയ്തിട്ട് വേണം എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ആ റെസ്ട്രിക്ഷൻ ഒക്കെ മാറ്റി ഫ്രീ ആയിട്ട് ട്രേഡ് നടക്കുന്നുണ്ട്. ട്രേഡ് നടക്കുമ്പോൾ എങ്ങനെയാ? എക്കോണമി വലുതാവും, അല്ലെ? സോ അതാണ് ഇക്കോണമിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. സൊസൈറ്റി, ഞാൻ പറഞ്ഞു നമ്മൾ ആൾക്കാർക്ക് സുഖമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോ കുറെ പേരൊക്കെ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ഇവിടെയുള്ള ആൾക്കാർ വേറൊരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവാണ്, അല്ലെ? സോ സൊസൈറ്റീനെ ഒരു ഗ്ലോബലൈസേഷൻ എഫക്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ നമ്മൾ കണ്ടുപഠിക്കും. അതേപോലെ നമ്മുടെ കൾച്ചർ, ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ നമ്മൾ ആ രാജ്യത്തേക്ക് കൊണ്ടുപോവാണ്. സോ ഇവിടുത്തെ കൾച്ചർ നമ്മൾ അവിടെ ഡെലിവർ ചെയ്യുന്നു. അവിടുത്തെ കൾച്ചർ എന്താ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്, കൾച്ചർ ആയിക്കോട്ടെ, നമ്മുടെ വാല്യൂസ് ആയിക്കോട്ടെ, അല്ലെ? പിന്നെ വരുന്നതാണ് ടെക്നോളജി. ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് പോലും ഓൺലൈൻ ആയിട്ടാണ്. ഇപ്പൊ സൂമിലൂടെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ വേറൊരു സ്ഥലത്താണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നായിരിക്കും ഇപ്പൊ ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടാവും. അത് ടെക്നോളജിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ്, അല്ലെങ്കിൽ ടെക്നോളജി വളർന്നുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ കോവിഡിന്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ ഫുള്ളി എല്ലാവരും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നപ്പോൾ അന്നും ക്ലാസ്സസ് ഒക്കെ നടന്നത് ഈ ഓൺലൈനിൽ കൂടെയാണെന്ന്. സോ ഗ്ലോബലൈസേഷന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് ഇത്. സോ ഗ്ലോബലൈസേഷൻ ഈ ഈ പറയുന്ന കാര്യത്തിനെല്ലാം കവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം പറ്റി പറയുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ പ്രോസസ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് ദ പ്രോസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒറ്റ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നതോ പഠിക്കുന്നതോ അല്ല. ഇത് വളരെ മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, കോമ്പിനേഷൻ ഓഫ് ദ പ്രോസസ് ആണ്. ഓക്കെ, ദ ഫിനോമിന അസോസിയേറ്റഡ് വിത്ത് ഗ്ലോബലൈസേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് നടത്താൻ പറ്റുന്നുണ്ട്. മുന്നുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ ഒന്നും ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഇല്ല എന്നുള്ളത്. സോ ഗ്ലോബലൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഫ്രീ മാർക്കറ്റ് പോളിസി. മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആയിരുന്നു മാർക്കറ്റ് എക്കോണമീനൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റിന് തീരുമാനിക്കും, അവർക്ക് സ്വന്തമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇറക്കാം. ഇപ്പൊ ട്രേഡ് നടക്കണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിനെന്ന് വെച്ചാൽ ഗവൺമെന്റ് തീരുമാനിക്കും. ഇത്ര ഡ്യൂട്ടി ഇതിന് ഇമ്പോസ് ചെയ്യാം, അത് അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തയക്കാം. മറ്റു രാജ്യത്ത് നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലും അവിടുത്തെ ഗവൺമെന്റിന് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. സോവനിറ്റി, നേരത്തെ പറഞ്ഞ പോലെ സോവനിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. സോ ഇത് ട്രേഡ് നടക്കാൻ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു, അല്ലെ? സ്റ്റേറ്റ് അവരവരുടെ ഇഷ്ടത്തിന് എന്താ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡ് നടക്കില്ല. സോ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഇതിനൊരു മാറ്റം കൊണ്ടുവന്നു. ഗവൺമെന്റിന്റെ കൺട്രോള് കുറച്ചു. എന്താ എക്കോണമിയില് അല്ലെങ്കിൽ ട്രേഡില് ഗവൺമെന്റിന്റെ റോള് കുറച്ചു. എന്നിട്ട് ഫ്രീ മാർക്കറ്റ് പോളിസീസ് ആക്കി. ഓക്കെ, അതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ഫീച്ചർ ഗ്ലോബലൈസേഷന്റെ, ഫ്രീ മാർക്കറ്റ് പോളിസീസ് ആക്കി. ദെൻ വെസ്റ്റേണൈസേഷൻ ഓർ അമേരിക്കനൈസേഷൻ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. വെസ്റ്റേണൈസേഷൻ
എപ്പോഴും നമ്മൾ എന്താ ഈ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുമ്പോൾ ആദ്യം വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അമേരിക്കനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഗ്ലോബലൈസേഷൻ എന്ന ഈ ഒരു പ്രോസസ്സ് കൊണ്ട് അമേരിക്കനൈസേഷൻ ആണ് നടക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഹേജ്മണി, അമേരിക്ക ബാക്കിയുള്ള രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ട്. എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവിടുത്തെ കൾച്ചർ ബാക്കി എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെക്ഡോണൽഡ്സ് ഒക്കെ അമേരിക്കയുടെ സ്വന്തമാണ് അല്ലേ. മെക്ഡോണൽഡ്സ് എന്താ KFC പോലെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഒരു സ്ഥലമാണ് മെക്ഡോണൽഡ്സ് ഒക്കെ. മെക്ഡോണൽഡ്സ് എന്ന് പറയുന്നത് ഇതിപ്പോ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് മെക്ഡോണൽഡ്സ് ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. സോ അമേരിക്കയുടെ അവിടെയുള്ള ഒരു കാര്യം ലോകത്തുള്ള എല്ലാ പാർട്ടിലേക്കും വ്യാപിച്ച് എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. സോ ഗ്ലോബലൈസേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇതാണ്, അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൂടി. ഇന്റർനെറ്റ് റെവല്യൂഷൻ വന്ന കാരണമാണ് നമ്മളിപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. പിന്നെന്താ, നമുക്ക് ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അപ്പാപ്പ അറിയാൻ പറ്റുന്നത് എന്താ, ഇന്റർനെറ്റ് കാരണമാണ് അല്ലെ. സോ അത് ഗ്ലോബലൈസേഷൻ ഒരു ഫീച്ചറാണ്. ഗ്ലോബൽ ഇന്റഗ്രേഷൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളെ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അവിടെയുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ന്യൂസിൽ കൂടെ ആയിക്കോട്ടെ ഇന്റർനെറ്റിൽ ഒന്ന് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അറിയാം, ട്രാവൽ ചെയ്യാനായാലും. പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നെന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എയ്റോപ്ലെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര റയർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും എയ്റോപ്ലെയിൻസിനൊക്കെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ട്രാവൽ ചെയ്യാനായിട്ടായാലും. പിന്നെ നമ്മുടെ റെയിൽവേസ് ആയാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ആയാലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പീപ്പിളിനെ ട്രാവൽ ചെയ്യാനായിട്ട്, ഓൾ അറൗണ്ട് ദ വേൾഡ് ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ട് കൂടിയാണ്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, വേൾഡ് ഈസ് ബിക്കമിങ് എ യൂണിഫൈഡ് കമ്മ്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി. ഈ ഗ്ലോബൽ വില്ലേജിന് എന്താ, നമുക്കറിയാം ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ബോർഡേഴ്സുകൾ ഉണ്ട് അല്ലെ. പക്ഷെ ഈ ബോർഡേഴ്സ് ഒക്കെ ഇപ്പോ ലൈക്ക് ഡിമിനിഷായി, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതായി ഇൻ ദ സെൻസ് ഫിസിക്കലി ബോർഡേഴ്സ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മുന്നത്തെക്കാളും ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രേഡ് സുഖമായിട്ട് നടക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എത്രയോ കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ഫിസിക്കലി അങ്ങോട്ട് പോവാതെ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. സോ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ കൺട്രീസുകൾ തമ്മിലുള്ള ബോർഡേഴ്സിന് പ്രാധാന്യം ഇല്ലാണ്ടായി. ഇതൊക്കെ ഗ്ലോബലൈസേഷന്റെ ഒരു ഗ്ലോബലൈസേഷൻ കാരണമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറി, അല്ലെങ്കിൽ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയി മാറി. ഓക്കെ, ഇനി മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ, ഇന്നതാണ് ഡെഫിനിഷൻ എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ പല സ്കോളേഴ്സും പല ഐഡിയാസ് ആണ് അല്ലെങ്കിൽ പല വ്യൂസ് ആണ് ഗ്ലോബലൈസേഷനെ പറ്റി തന്നിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ പറയുന്നത് സെയിം കാര്യം തന്നെയാണെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റത്തെ ഡെഫിനേഷൻ ഇതാണ്: ഇന്റൻസിഫിക്കേഷൻ ഓഫ് വേൾഡ് വൈഡ് സോഷ്യൽ റിലേഷൻ which link distant localities in such a way that local happenings are shaped by events occurring many miles away and vice versa. Okay, ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പാപ്പ അറിയാൻ പറ്റുന്നുണ്ട്. ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് അറിയാൻ പറ്റുന്നുണ്ട്. എത്രയോ അകലെ കിടക്കുന്ന അമേരിക്കയിലത്തെ മെക്ഡോണൽഡ്സ് പോലും നമ്മുടെ ഇന്ത്യയിലത്തെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ പോകുന്നു, മെക്ഡോണൽഡ്സിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു അല്ലെ. സോ ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിനെ അമേരിക്കൻ കൺട്രിക്ക് പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ബോർഡേഴ്സ് ഒക്കെ ഡിമിനിഷ് ആയി, വേൾഡ് ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആയി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയി. ഓക്കെ, ലോക്കലായിട്ട് നടക്കുന്ന എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലോ ചെറിയ ഡിസ്ട്രിക്റ്റിൽ നടക്കുന്ന കാര്യത്തിനെ പോലും സ്വാധീനിക്കാൻ ലോകത്തിന്റെ പല ഭാഗത്തുള്ള കൺട്രികൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ആന്റണി ഗിഡൻ തന്ന ഒരു ഡെഫിനേഷൻ ആണ്. ഓക്കെ, അടുത്തത്
Globalization lead to the growth of super territorial relations among the people around the world as trans-border connection make territorial boundaries irrelevant. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് ജാൻ ആർട്ട് സ്കോളറ്റെ എന്ന് പറഞ്ഞ സ്കോളർ നമുക്ക് തന്ന ഡെഫിനിഷനാണ് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട്. ഓക്കെ, ഇതിലെന്താ പറയുന്നത്? ബൗണ്ടറീസുകൾ ഡിമിനിഷായി. ഓക്കെ, ബൗണ്ടറീസുകൾക്ക് പ്രാധാന്യം ഇല്ലാണ്ടായി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയി. ഓക്കെ, അതാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ടൈം സ്പേസ് കംപ്രഷൻ. ഡേവിഡ് ഹാർവേനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ടൈം സ്പേസ് കംപ്രഷൻ എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്, ട്രാവൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ലോകത്തിന്റെ ഏത് പാർട്ടിൽ വേണമെങ്കിൽ നമുക്ക് പോവാം അല്ലെ. എയർലൈൻസ് അവൈലബിൾ ആണ്. എയർലൈൻസ് മാത്രമല്ല, ഏത് ലൈക്ക് മീൻസ് യൂസ് ചെയ്തിട്ടും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. പക്ഷെ എയർലൈൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താ, കുറച്ച് സമയം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇനി നമ്മൾ അവിടെ എത്താതെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. എങ്ങനെ? ന്യൂസിൽ കൂടെ അറിയുന്നുണ്ട്, ഇന്റർനെറ്റിൽ കൂടെ അറിയുന്നുണ്ട്. പല ഭാഗത്തും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഉണ്ട്. നമ്മൾ അവരെ അവിടെ പോവാതെ തന്നെ വീഡിയോ കോളിലൂടെ നമുക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ട്, അവരുടെ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഫിസിക്കലി അങ്ങോട്ട് പോകണില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. ഫിസിക്കലി അങ്ങോട്ട് പോകണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര ചെലവ് അതിനുണ്ട് അല്ലെ. സോ ടൈം സ്പേസ് കംപ്രഷൻ എന്നാണ് ഗ്ലോബലൈസേഷനെ ഡേവിഡ് ഹാർവി പറഞ്ഞിരിക്കുന്നത്. ടൈമിന്റെ ഇത് കുറച്ചു, സ്പേസിന്റെ ആവശ്യമില്ല, ഇതിന്റെ ഒക്കെ ഒരു കംപ്രഷനെയാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് ഡേവിഡ് ഹാർവി ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സാമ്പിൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, ദെൻ globalization does not mean subordination of local, national to global, but it only facilitate an interaction between these three levels. നമുക്കറിയാം 3 ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്. എന്താ? ലോക്കൽ ഗവൺമെന്റ് ഉണ്ട്, നാഷണൽ ഗവൺമെന്റ് ഉണ്ട്, ഗ്ലോബൽ ലെവൽ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്തിന്റെ പല ഭാഗത്തുള്ള കൺട്രീസിലുള്ള പല രാജ്യങ്ങൾക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബോർഡിനേഷൻ അല്ല. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു അടിമയായിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെന്നല്ലാണ്ട് ഒരു സബോർഡിനേഷൻ, നമ്മൾ എന്താ ഒരു അടിമയായിട്ടല്ല നിൽക്കുന്നത്. പകരം ഇന്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ ആണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഗ്ലോബലൈസേഷൻ ഒരിക്കലും ഒരു സബോർഡിനേഷൻ ആയിട്ട് നമ്മളെല്ലാം ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറയുന്ന മാതിരി അങ്ങനെ ഒരു കീഴടങ്ങലല്ല ഗ്ലോബലൈസേഷൻ. പകരം അതൊരു ഇന്റർ കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ആണ് രാജ്യങ്ങൾ തമ്മിൽ. ഓക്കെ, ഇനി ഫീച്ചേഴ്സ്. ഗ്ലോബലൈസേഷന് മെയിൻലി 5 ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന്, ഡീടെറിറ്റോറിയലൈസേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെറിറ്ററീസിന് അല്ലെങ്കിൽ ബൗണ്ടറീസിന് പ്രാധാന്യം ഇല്ലാതായി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, ഇൻഫോർമേഷൻസ് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, കിട്ടുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ പൈസ ഈസി ആയിട്ട് ട്രേഡ് നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ അക്രോസ് ദ ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ് ആണ് നടക്കുന്നത്. നമ്മൾ ഫിസിക്കലി അവിടെ പോയിട്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് അവിടെ ഇല്ല, എന്നിട്ട് പോലും ഇത് കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ ബൗണ്ടറീസിന് പ്രാധാന്യം ഇല്ലാണ്ടായി. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ, ഇന്റർ കണക്റ്റഡ്നെസ്. ചിലപ്പോൾ ഈ പറയുന്നതിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കുന്ന പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്റർ കണക്റ്റഡ്നെസ് നമ്മൾ പറഞ്ഞു, വേൾഡ് എന്താ മൊത്തം ഒരു വില്ലേജ് ആയിട്ട് മാറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആയി മാറി. ഓക്കെ, ദെൻ സ്പീഡ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ വിത്തിൻ സെക്കൻഡ്സ് തന്നെ പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തേക്ക് പൈസ അയക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ഇതൊക്കെ എന്താ, ഗ്ലോബലൈസേഷന്റെ ഫീച്ചർ ആണ്. ഇറ്റ് ഈസ് എ ലോങ് ടേം പ്രോസസ്സ്. പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമല്ല ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോ എന്താ കാലഘട്ടം കഴിയുന്തോറും അതിന് വേണ്ട മാറ്റങ്ങളെല്ലാം സ്വീകരിച്ച് അങ്ങനെ അങ്ങനെ ഒന്ന് ഫോം ചെയ്ത ഒരു പ്രോസസ്സാണ് എന്ത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. മൾട്ടി പ്രോങ്ഡ് പ്രോസസ്സ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഇത് മൾട്ടി ഡയമെൻഷൻ ആണ്, കുറേ കാര്യങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ്, എക്കണോമിക്സ്, പിന്നെ നമ്മൾ പറഞ്ഞു സൊസൈറ്റി, കൾച്ചർ, ടെക്നോളജി. അതുകൊണ്ടാണ് ഇതിനെ മൾട്ടി പ്രോങ്ഡ് അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് 5 ഫീച്ചേഴ്സ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. അടുത്തത്, there are 2 views about what lead to globalization. ഇനി ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ജോർജ് റിച്ചർ പറയുന്നത് മെയിനായിട്ട് 2 കാരണങ്ങളാണ്, 2 വ്യൂസ് ആണ് നമുക്കുള്ളത്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് വ്യൂ, രണ്ടാമത്തത് ഐഡിയൽ വ്യൂ. മെറ്റീരിയലിസ്റ്റിക് വ്യൂക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്യാപിറ്റലിസം അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ട് മെയിൻ ആയിട്ടുള്ള കാരണം. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്ത്? മുതലാളിത്തം അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്നിട്ട് മുതലാളികൾ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതിനാണ് മെയിനായിട്ട് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ക്യാപിറ്റലിസം ആണ് ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണം. അതൊന്ന്. രണ്ടാമത്തെ, മൾട്ടിനാഷണൽ കമ്പനീസ് ആർ ദ മെയിൻ ഫാക്ടർ ബിഹൈൻഡ് ഗ്ലോബലൈസേഷൻ. മൾട്ടിനാഷണൽ കമ്പനീസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് പഠിക്കാൻ. പക്ഷെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ലൈക്ക് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്ന് ആ ഒരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസിനാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടാറ്റ ഇപ്പൊ രത്തൻ ടാറ്റ ഈ അടുത്ത് മരിച്ചു. ടാറ്റ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഇൻഫോസിസ് ഇന്ത്യയിലുള്ളതാണ്. അതിനെയാണ് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു ടേമാണ് ട്രാൻസ്നാഷണൽ കമ്പനീസ്. ട്രാൻസ്നാഷണൽ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും അതുണ്ടായിരിക്കും. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ രാജ്യത്തെ മാക്സിമം പോയി കഴിഞ്ഞാൽ കമ്പനീസിന്റെ പ്രസൻസ് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ ട്രാൻസ്നാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ, അല്ല രണ്ടോ മൂന്നോ നാലോ കൺട്രീസുകളിൽ ആ ഒരു കമ്പനീസ് ഉണ്ടായിരിക്കും, അതിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളാണ്. മെയിൻ ആയിട്ട് ക്യാപിറ്റലിസം ആണ്. രണ്ടാമത്തേത് ഇങ്ങനത്തെ മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതോടുകൂടിയാണ് ഗ്ലോബലൈസേഷന് തുടക്കം ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വ്യൂവിനെ മെറ്റീരിയലിസ്റ്റിക് വ്യൂ എന്നാണ് പറയുന്നത്. ആര്? ജോർജ് റിച്ചർ. പിന്നെ പറയുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ദ വേ ഓഫ് തിങ്കിങ്, നമ്മുടെ ഐഡിയാസ്, നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഇൻഫോർമേഷൻസ്, ഇതിലൊക്കെ മാറ്റം വന്നതുകൊണ്ടാണ് ഗ്ലോബലൈസേഷൻ വന്നതെന്ന്. Globalization is a result of changes in thinking and ideas, information and the knowledge. നമ്മൾ ചിന്തിക്കുന്ന രീതികൾ, ഐഡിയാസ്, പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ്, ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോഴാണ് ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടായത്. ഇൻ ടേംസ് ഓഫ് തിങ്കിങ് ദർ ഇസ് എ ഷിഫ്റ്റ് ഫ്രം ലോക്കൽ നാഷണൽ ടു ദ ഗ്ലോബൽ ലെവൽ. നമ്മൾ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം നമ്മൾ ലോക്കൽ ഇൻ ദ സെൻസ് ചെറിയൊരു ഏരിയയിൽ നിന്ന് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂടി ലൈക്ക് വലുതായിട്ടുണ്ടത്. നമ്മൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഇപ്പൊ ആലപ്പുഴത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞ് അതിനെപ്പറ്റി പഠിച്ച് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മള് പിന്നെ അത് ഇന്ത്യനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യയുടെ കാര്യങ്ങൾ എങ്ങനെയാന്നുള്ളത്. പിന്നെ അത് ബാക്കി രാജ്യങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ അത് ഗ്ലോബൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സോ നമ്മൾ ചിന്തിക്കുന്നതിന്റെ ആ ഒരു ലെവല് മാറിയപ്പോഴാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടായതെന്നാണ് വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നത്. അവർ നോളജ് ബേസ് ഹാസ് ഓൾസോ ബിക്കം ദ ഗ്ലോബൽ ഇൻ ദ സ്കോപ്പ്. പറഞ്ഞല്ലോ, നമ്മൾ ചിന്തിക്കുന്ന ലെവൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഉണ്ടാവുന്ന അറിവ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ചിന്തിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന അറിവിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. However, Ritz argue that globalization is a result of both material and ideal factor. സോ ഇതാണ് രണ്ട് വ്യൂ. റിച്ചർ പറയുന്നത് ഈ രണ്ട് വ്യൂസും ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ്. മെറ്റീരിയലിസ്റ്റിക് വ്യൂസും അതേപോലെ തന്നെ ഐഡിയൽ വ്യൂവും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഗ്ലോബലൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫേസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ, ഏതൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത് ഫോം ചെയ്തതെന്നാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽത്ത് ഓഫ് ദ നേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആഡം സ്മിത്തിന്റെ ബുക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് വെൽത്ത് ഓഫ് ദ നേഷൻ. സോ മെയിൻലി 3 വ്യൂസ് ആണ് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ഇസ് എ ഹിസ്റ്റോറിക്കൽ പ്രോസസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ സൈക്കിൾ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ്. അതിങ്ങനെ ഓരോ കാലഘട്ടം കഴിയുന്നതോറും ഇങ്ങനെ ഫോം ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സൊസൈറ്റിയിൽ വന്നത്, അതിനനുസരിച്ചിട്ട് ഗ്ലോബലൈസേഷൻ എന്ന പ്രോസസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുത്തി അങ്ങനെ ഫോം ചെയ്തതാണ് എന്ത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് സൈക്ലിക് ഇൻ നേച്ചർ ആണ്. സൈക്ലിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടയറിനെ അല്ലെങ്കിൽ ഒരു വീലിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ആ വീൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ലൈക്ക് അതിനൊരു എൻഡ് ഉണ്ടോ? ആ ഒരു വീല് നമ്മൾ കറക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. അതല്ല ഞാൻ പറയുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. സോ ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിനൊരു എൻഡ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സൈക്കിൾ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത്.
രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് സെയിം തന്നെ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ അത് ലീനിയർ ആണ്, സൈക്കിൾ അല്ല. സൈക്കിളിന്റെ പ്രത്യേകത എന്താ? കണ്ടിന്യൂസ് ആയിരിക്കും, റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും. സെയിം കാര്യം തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു ഓർഡറിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നും കൂടി മനസ്സിലാവാൻ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം. നമ്മുടെ കലണ്ടറിലെ മന്തുകൾ എടുത്തു കഴിഞ്ഞാൽ ജനുവരി ഫെബ്രുവരി, ലൈക്ക് 12 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് എന്തായിരിക്കും? വീണ്ടും 1st ജാനുവരി തൊട്ട് തുടങ്ങും. അപ്പൊ ഒരു സൈക്കിളാണ്, കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡ് വ്യൂവിലുള്ള ആൾക്കാർ പറയുന്നത് ഇത് ഒരു സൈക്കിൾ അല്ല, ഇത് ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ലീനിയർ എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്, കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഇല്ലാത്തത്, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത്? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് വ്യൂ. മൂന്നാമത്തെ വ്യൂ എന്ന് പറയുന്നത് ഇത് പുതിയൊരു ഫിനോമിനയാണ്. ഓക്കെ, ഇറ്റ് ഇസ് എ ന്യൂ ഫിനോമിനൻ. ഗ്ലോബലൈസേഷൻ ദ വേൾഡ് ഹിസ്റ്ററി A.J. ഹോപ്കിൻസിന്റെ ആണ്. സോ ഈ ഒരു ബുക്കിൽ A.J. ഹോപ്കിൻസ് 4 ഫേസസിനെ പറ്റി പറയുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നുള്ളത് 4 ഫേസസ് ഗ്ലോബലൈസേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. According to David Held, globalization may be thought as a process or set of process which embodies transformation in the spatial organization of social relation, transaction accessed in terms of their extensity, intensity, velocity, impact, generating transcontinental or inter-regional flows, network of activity, interaction, exercise of the power. ഡേവിഡ് ഹെൽഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ കുറേ പ്രോസസ്സുകൾ കൂടിയ ഒന്നാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അത് ട്രാൻസ് കോണ്ടിനെന്റൽ, ഇപ്പൊ ഏഷ്യ, യൂറോപ്പ്, അങ്ങനെ കോണ്ടിനെന്റുകൾക്ക് പരിമിതമായിട്ട്, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ മാത്രമല്ല, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റേറ്റിന്റെ ബൗണ്ടറീസുകൾക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, സോ ഇന്റർ റിലീജിയൻ ഫ്ലോ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഫ്ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആൾക്കാർ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നു, ട്രേഡ് ഈസി ആയിട്ട് നടക്കുന്നു, ഈസി ആയിട്ട് അവിടുത്തെ ഇൻഫോർമേഷൻസ്, അവിടുത്തെ ഐഡിയാസുകൾ നമുക്ക് കിട്ടുന്നു. അതിനാണ് ഈ ഇന്റർ റീജിയണൽ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ലോക്കൽ, നാഷണൽ ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ ലെവൽ. ഷ്രിങ്കിങ് ഓഫ് ടൈം സ്പേസ് ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓൾസോ ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. നമുക്ക് പണ്ട് എന്താ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ടെലഗ്രാം ആണ് ചെയ്യുക, അല്ലെ കമ്പി അടിക്കാന്ന് പറയും. പക്ഷെ അത് കമ്പി അടിച്ച് അത് എത്തേണ്ട ആൾക്ക്, നമ്മൾ വിചാരിച്ച ആൾക്ക് അത് എത്തുമ്പോൾ ഒത്തിരി ടൈം എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഒന്നല്ലേ നമുക്ക് വാട്സപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാധാരണ മെസ്സേജ് അയച്ചിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്പൊ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം. എന്തൊക്കെ വേസ് ആണ് നമുക്ക് ഒരാളെ കോണ്ടാക്ട് ചെയ്യാനുള്ളത്. സോ ഇതെങ്ങനെയാ വന്നത്? ഇത് ടെക്നോളജി വളർന്നതുകൊണ്ടാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത്. ഓക്കെ, അതേപോലെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം. ഫ്ലൈറ്റ്, ലോകത്തെ എല്ലാ പാർട്ടിലും ഇപ്പോൾ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് എങ്ങോട്ട് വേണമെങ്കിലും, കുറച്ച് മുന്നത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൊണ്ട് നമുക്ക് എത്താൻ സാധിക്കും, അല്ലെ? കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും അതിന്റെ നെഗറ്റീവ് സൈഡാണ്, നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുന്നുണ്ട്, അല്ലെ? ഇന്റർ കണക്ടേഴ്സ് എമംഗ് ദ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ 4 ഫേസിനെ പറ്റി പറഞ്ഞില്ലേ? 4 ഫേസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഈസ് ആർക്കൈക് ഗ്ലോബലൈസേഷൻ ബിഫോർ ദ എറ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. സോ ഫസ്റ്റത്തെ ഫേസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ, യന്ത്രവൽക്കരണം നടന്നിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ. അതിനു മുമ്പ് നടന്നതാണ്. യന്ത്രവൽക്കരണത്തിനോടൊപ്പം തന്നെ റൈസ് ഓഫ് ദ മോഡേൺ നേഷൻ സ്റ്റേറ്റ്. ഇപ്പോഴത്തെ കൺട്രീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് മോഡേൺ നേഷൻ സ്റ്റേറ്റുകളാണ്. സോ അതൊക്കെ വരുന്നതിന് മുന്നുണ്ടായിരുന്ന എറയാണ് എന്ത്? ഈ ആർക്കൈക് ഗ്ലോബലൈസേഷൻ. അതിനെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓരോ ഗ്ലോബലൈസേഷൻ അല്ലെ ഓരോ ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ട് കുറച്ച് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അതിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാ നോക്കാം. ഓരോ ഫേസിലുണ്ട് കേട്ടോ അങ്ങനെ. സോ ഫസ്റ്റത്തെ ഫേസിൽ ദ ഏജന്റ്സ് ലൈക്ക് ട്രൈബൽ ലീഡേഴ്സ്, സീ ഫാറിംഗ് മെർച്ചൻസ് ആൻഡ് ലാൻഡ് ട്രേഡേഴ്സ്. ട്രൈബൽ പീപ്പിൾസ്, പിന്നെ മെർച്ചൻസ്, ലാൻഡ് ട്രേഡേഴ്സ്, ഇവരൊക്കെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ നടക്കാനായിട്ട് കാരണക്കാരെന്ന് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹെൽപ്ഡ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ ഹോൾഡ് ഓവർ ദ വേൾഡ് എക്കോണമി. സോ ഫസ്റ്റത്തെ ആ ഒരു ഫേസിൽ തന്നെ അമേരിക്കയും യൂറോപ്പിന്റെയും ഹോൾഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു പവർ അല്ലെങ്കിൽ ഹേജ് മണി, ഇൻഫ്ലുവൻസ് ബാക്കിയുള്ളവരിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ നടന്നിട്ടുണ്ട്.
ഓക്കെ. ഇനി സെക്കൻഡ് ഫേസിനെ പ്രോട്ടോ ഗ്ലോബലൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അത് 1600 1800 കാലഘട്ടത്തിലാണ് നടന്നത്. ഇതിലും ഏജൻസ് ഉണ്ട്. ഈ ഒരു ഫേസ് നടക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മെർച്ചൻസ് ആണ്. മെർച്ചൻസ് ആൻഡ് സ്ലേവ് ട്രേഡേഴ്സ്. നമുക്കറിയാം 1800 1800 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് സ്ലേവ് ട്രേഡ് വളരെയധികം ഫേമസ് ആയിരുന്നു ഓരോ രാജ്യത്ത്, അല്ലെ, എസ്പെഷ്യലി ആഫ്രിക്കയിലൊക്കെ. സോ അതൊക്കെ കൊണ്ടാണ് സെക്കൻഡ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ ഉണ്ടായത്. ഓക്കെ. പിന്നെ 19th സെഞ്ചുറിയിലെ ദ മോഡേൺ ഓർ വെസ്റ്റേൺ സെൻട്രിക് ഫേസ്. സോ മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിലാണ് ഉണ്ടായത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ദ മോഡേൺ ഓർ വെസ്റ്റേൺ സെൻട്രിക് ഫേസ്. അപ്പൊ അതിൽ പേര് തന്നെ കേൾക്കുമ്പോൾ പറയാം മോഡേൺ ആണ്. വെസ്റ്റേൺ സെൻട്രിക് ആണ്. വെസ്റ്റേൺ സെൻട്രിക് എന്താണ്? അമേരിക്കൻ ബേസ്ഡ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കൂടി വന്നൊരു സമയമായിരുന്നു അത്. റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ, ഇമ്പീരിയൽ കൊളോണിയൽ ട്രെൻഡ്സ്, സയൻസ് കമ്മ്യൂണിറ്റി, ഗവൺമെന്റ് ഓർഗനൈസേഷൻ. നമുക്കറിയാം ആ ഒരു സമയത്താണ് യന്ത്രവൽക്കരണം നടന്നത്. അതേപോലെ തന്നെ 19th സെഞ്ചുറിയിൽ പല രാജ്യങ്ങളും പല രാജ്യത്തിന്റെ ഇമ്പീരിയൽ ആയിട്ടുള്ള പവേഴ്സിന്റെ കോളനീസുകളായിരുന്നു. ഇന്ത്യ ബ്രിട്ടീഷേഴ്സിന്റെ കോളനി ആയ പോലെ. പിന്നെന്തായിരുന്നു, ആ ഒരു സമയത്ത് തന്നെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുകൾ ഫോം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം UN ഫോം ചെയ്തതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. സോ ആ ഒരു സമയത്താണ് തേർഡ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ നടക്കുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ദ ഫോർത്ത് ഫേസ്. പോസ്റ്റ് കൊളോണിയൽ ഫേസ് began with the demise of the colonialism in 20th century, marked by the emergence of supranational bodies. സോ 20th സെഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഇൻഡിപെൻഡൻസ് കിട്ടി, ഓട്ടോണമസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെന്തായിരുന്നു, കൊളോണിയലിസം അത് തീർത്തും ഇല്ലാതായി. പിന്നെ കുറെ നാഷണൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വന്ന ഒരു കാലഘട്ടമാണ് 20th അല്ലെങ്കിൽ 19th സെഞ്ചുറി എന്ന് പറയുന്നത്. ലൈക്ക് UN വന്നു, പിന്നെ UN പല ലീഗലൈസ് ഓർഗൻസുകൾ വന്നു, അതേപോലെ തന്നെ പല ഏജൻസികൾ UN വന്നു. പിന്നെന്താ, കുറെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ലൈക്ക് ആംനസ്റ്റി ഇന്റർനാഷണൽ, അങ്ങനെ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൂടി വന്ന ഒരു കാലഘട്ടമാണ് 20th സെഞ്ചുറി എന്ന് പറയുന്നത്. റിസൾട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ ബിസിനസ് എലൈറ്റ്, ഇമിഗ്രൻസ് ആൻഡ് നെറ്റ്വർക്ക് ത്രൂ ദ ഇന്റർനെറ്റ്. സോ ഇതില് പോസ്റ്റ് കൊളോണിയൽ ഫേസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഉണ്ടാവാനായിട്ടുള്ള മെയിൻ ആയിട്ട് കാരണം എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് എലൈറ്റ്സുകളാണ്. ബിസിനസ് കാര്യമായിട്ട് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു അത്. പിന്നെ ഇമിഗ്രൻസ്, പിന്നെ വരുന്നത് നെറ്റ്വർക്കിംഗ് ത്രൂ ദ ഇന്റർനെറ്റിന്റെ ഒരു അവൈലബിലിറ്റി ആ സമയത്ത് വളരെയധികം കൂടുതലായിരുന്നു. സോ ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേൾഡിൽ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറി. സോ ഇതാണ് 4 ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. ഓക്കെ. MB സ്റ്റേഗർ, ഗ്ലോബലൈസേഷൻ എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. സോ MB സ്റ്റേഗറിന്റെ ബുക്കാണ് ഗ്ലോബലൈസേഷൻ എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. അതിൽ അദ്ദേഹം 5 ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. സോ ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. 10,000 BC ടു 3,500 BC. ഈ ഒരു കാലഘട്ടത്തിനെയാണ് അദ്ദേഹം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് ഫസ്റ്റ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രീ മോഡേൺ. ഈ പ്രീ മോഡേൺ കാലഘട്ടം എപ്പോഴായിരുന്നു? 3,500 ടു 1,500 BC. ആ ഒരു കാലഘട്ടത്തിനെയാണ് അദ്ദേഹം സെക്കൻഡ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ കംസ് ഏർലി മോഡേൺ പീരീഡ്. പിന്നെ മോഡേൺ പീരീഡ് തുടങ്ങുന്നത് എപ്പോഴാണ്? 1750 തൊട്ട് 1500 BC വരെ. ആ ഒരു കാലഘട്ടത്തിനെ തേർഡ് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ അദ്ദേഹം വിശേഷിപ്പിച്ചു. പിന്നെ മോഡേൺ പീരീഡ് 1750 തൊട്ട് 970 വരെ. ആ ഒരു കാലഘട്ടം മോഡേൺ പീരീഡ് ആയിട്ടാണ് അദ്ദേഹം കൺസിഡർ ചെയ്തത്. അതിന് ഫോർത്ത് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ ആയിരുന്നു. പിന്നെ കണ്ടംപററി സിസ്റ്റം 1970 തൊട്ട് ഇപ്പൊ വരെയുള്ള 2024 വരെയുള്ളത്, അതിന് അദ്ദേഹം ഫിഫ്ത്ത് ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ. എക്കണോമിക്, social, technological, political factors in these period change to bring about the present state of the globalization. Okay. So ഈ ഓരോ 5 ഫേസിലും എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ, പൊളിറ്റിക്കൽ എല്ലാ ആസ്പെക്റ്റിലും കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല, അല്ലെ. പിന്നെ എക്കണോമി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഉണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല. പൈസയ്ക്ക് പകരം എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. എന്തെങ്കിലും ഒരു സാധനം ഇങ്ങോട്ട് കൊടുത്ത് ആ സാധനത്തിന് പകരം തിരിച്ചിങ്ങോട്ട് മേടിക്കുക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നല്ലോ ആ സമയത്ത്. പക്ഷേ ഓവർ ദ ഇയർ അല്ലെങ്കിൽ ഓവർ ദ സെഞ്ചുറി ഇങ്ങനെ മാറി മാറി വരുമ്പോൾ അതിനൊക്കെ മാറ്റങ്ങളായി. പുതിയ സ്റ്റേറ്റ് വന്നു, ഗവൺമെന്റ് വന്നു, ആൾക്കാർ ട്രേഡ് ചെയ്യാൻ പഠിച്ചു, പൈസ ഉണ്ടായി. സോ ഈ മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് ഗ്ലോബലൈസേഷൻ, ഇന്ന് നമ്മൾ കാണുന്ന ഗ്ലോബലൈസേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. പിന്നെ
Scholars believe that through globalization is historical, yet it is a linear process. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ 3 വ്യൂസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു മൂന്ന് വ്യൂസ്? ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ്, പക്ഷെ അത് സൈക്ലിക് ആണ്, കണ്ടിന്യൂസ് ആണ്. ഹിസ്റ്റോറിക്കൽ പ്രോസസ് ആണ്, പക്ഷെ അത് ലീനിയർ ആണ്. ദെൻ മൂന്നാമത്തെ എന്ന് പറയുന്നത് എന്താ, ഇതൊരു പുതിയൊരു ഫിനോമിനയാന്നുള്ളത്. സോ ഷോൾട്ടെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സ് തന്നെയാണ്, പക്ഷെ ലീനിയർ പ്രോസസ്സ് ആയിട്ടാണ് അദ്ദേഹം ഗ്ലോബലൈസേഷനെ കാണുന്നത്. സെക്കൻഡ് വ്യൂ ഓഫ് ദ ഗ്ലോബലൈസേഷൻ ആണ് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഹി ആർഗ്യൂഡ് ഫോർ 3 ഫേസ്. അദ്ദേഹവും ഗ്ലോബലൈസേഷനെ പറ്റി പഠിച്ച് അതിന് 3 ഫേസസ് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 500 years എഗോ, 500 വർഷം മുന്നാണ് ഗ്ലോബലൈസേഷന്റെ ആദ്യത്തെ ഒരു ഫേസ് തുടങ്ങിയത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലായിരുന്നു. ഓക്കെ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് 1960 തൊട്ട് ഇപ്പോൾ വരെയുള്ളത്. ഓക്കെ. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലഘട്ടം മുന്നേ തുടങ്ങിയതാണ് ഗ്ലോബലൈസേഷൻ. നമ്മൾ കുറച്ച് ഒരു മേ ബി ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഗ്ലോബലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേമിനെ പറ്റി നമ്മൾ ഇത്രയധികം കേൾക്കാനായിട്ട് തുടങ്ങിയത്. പക്ഷെ അതിനു മുന്നേ തന്നെ ഗ്ലോബലൈസേഷൻ എന്ന പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട്. 500 വർഷങ്ങൾക്കൊക്കെ മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നാളുകൾ പിറകിലോട്ട് പോയി, അത്രയും പിറകിൽ അത് എന്താ ഗ്ലോബലൈസേഷൻ പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഇത്ര റീസെന്റ് ആയിട്ടാണ് അത് അറിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അതില് കാര്യം. ഓക്കെ. പിന്നെ ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഹിം ഇസ് ആബ്സല്യൂട്ട് ഗ്ലോബലൈസേഷൻ. ഓക്കെ. സോ നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ഗ്ലോബലൈസേഷൻ ആണ്. സോ ഇതാണ് അദ്ദേഹത്തിന്റെ 4 ഫേസ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ്, ഓപ്റ്റിക് കേബിൾ, ടെലിവിഷൻ, ഇന്റർനെറ്റ്, എക്സ്പാൻഷൻ ഓഫ് ദ ഗ്ലോബൽ മാർക്കറ്റ്, ആക്ടിവിറ്റീസ് ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, എക്കോളജിക്കൽ പ്രോബ്ലംസ്. ഓക്കെ. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ മാറ്റങ്ങൾ വന്നു, ഇന്റർനെറ്റ് വന്നു, ലോകത്തുള്ള എല്ലാ എവിടെ ഇരിക്കുന്ന ആളെ പോലും നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് നമുക്ക് വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം. സാറ്റലൈറ്റുകളുടെ ഉപയോഗം, അല്ലേ? സാറ്റലൈറ്റുകൾ. പിന്നെന്തായിരുന്നു? ടെലിവിഷൻ, TV, കളർ TV വന്നു. പിന്നെ എന്താ, ഇന്റർനെറ്റ്, പിന്നെ ഗ്ലോബൽ മാർക്കറ്റുകൾ, ഓവർ ദ കൺട്രീസ് അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഇത് മാത്രല്ല, ഇത് കൂടാതെ നമ്മൾ കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടും ഗ്ലോബലൈസേഷൻ പഠിക്കാൻ തുടങ്ങി, അല്ലെ അതിനെ പറ്റിയിട്ടും പറയാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ, മെയിൻ ആയിട്ട് എക്കോളജിക്കൽ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഗ്ലോബലൈസേഷൻ പറഞ്ഞത്. എക്കോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മള് എന്താ, ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പാർട്ടായിട്ട് റിസോഴ്സസുകൾ ഇന്ത്യയിലായിക്കോട്ടെ ഏത് രാജ്യത്തുള്ള റിസോഴ്സ് ആയാലും ഓവറായിട്ട് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, ആവശ്യത്തിൽ കൂടുതൽ അതിനെ യൂസ് ചെയ്ത്. അപ്പൊ എന്താ ഉണ്ടാവുക? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത് യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ലഭ്യത വളരെയധികം കുറയും. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് അത് എന്താ, അവിടുത്തെ റിസോഴ്സസുകൾ ഇല്ല എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സോ അങ്ങനെയുള്ള എക്കോളജിക്കൽ പ്രശ്നങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഓസോൺ ലെയർ ഡിപ്രഷൻ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അതേപോലെ തന്നെ ക്ലൈമറ്റിക് ചേഞ്ച്. ഇതൊക്കെ ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്? ഒരിക്കലും അല്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് കൂട്ടായിട്ട് നിന്നാൽ മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള എക്കോളജിക്കൽ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഗ്ലോബലൈസേഷൻ സംസാരിക്കാൻ അല്ലെങ്കിൽ അതിനും പ്രാധാന്യം കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ. ഇനി ആന്റണി ഗിഡൻ അദ്ദേഹം പറയുന്നത് ഗ്ലോബലൈസേഷൻ ഇസ് എ മൾട്ടി ഡയമെൻഷണൽ ആസ് ഇറ്റ് ഹാസ് പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, കൾച്ചറൽ ആസ്പെക്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണെന്നുള്ളത്. സോ ആന്റണി ഗിഡനെ സംബന്ധിച്ചിടത്തോളം അതിന് പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് ഓൾസോ കൾച്ചറൽ ആസ്പെക്ട് ആണ് ഉള്ളത്. ഈ 3 ആസ്പെക്ട് ആണ് അദ്ദേഹത്തിന് ഗ്ലോബലൈസേഷന് ഉള്ളതെന്നാണ് ആന്റണി ഗിഡൻ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ബട്ട് കോമ്പിനേഷൻ ഓഫ് മെനി പ്രോസസ്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. Okay, then comes idea of the globalization 2.0. Okay. സോ നമ്മുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് വേണേൽ ഗ്ലോബലൈസേഷൻ 1.0 എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വെസ്റ്റേൺ അല്ലെങ്കിൽ അമേരിക്കനൈസേഷൻ ആയിരുന്നു മെയിനായിട്ട്. അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഹേജ് മണി ഓവർ ഓൾ അതർ കൺട്രി ആയിരുന്നു എന്ത് ഫസ്റ്റത്തെ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പൊ പുതിയൊരു ടേം വന്നിരിക്കുന്നതാണ് ഗ്ലോബലൈസേഷൻ 2.0. സോ ഗ്ലോബലൈസേഷൻ 2.0 എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർഡിപെൻഡൻസ് ഓഫ് സെവറൽ ഐഡന്റിറ്റീസ് ഓർ കൾച്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ ന്യൂ ഫോംസ് ഓഫ് നോൺ വെസ്റ്റേൺ മോഡേണിറ്റി. ഓക്കെ.
സോ ഫസ്റ്റത്തെ ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗ്ലോബലൈസേഷൻ 1.0 നമ്മൾ എന്തായിരുന്നു, അമേരിക്കയുടെ കൾച്ചറിനെ പറ്റിയിട്ട് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ ഗ്ലോബലൈസേഷൻ 2.0 നോൺ വെസ്റ്റേൺ അല്ലാത്ത ബാക്കി രാജ്യത്തുള്ള കൺട്രികളെയും പറ്റിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അവരുടെ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എങ്ങനെയാണ് അതിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. സോ ഒരു അമേരിക്കയുടെ ഡോമിനൻസിനെ മാത്രം ചുറ്റിപ്പറ്റി നിന്ന ഗ്ലോബലൈസേഷൻ അല്ല ഗ്ലോബലൈസേഷൻ 2.0 വരുമ്പോൾ. ഓക്കെ, അതിന് ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ ചൈന എടുക്കാന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, ചൈന എക്കോണമിക് ഡെവലപ്മെന്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. സോ വെസ്റ്റേൺ കൺട്രീസ് മെയിൻ ആയിട്ട് ഡെമോക്രസി അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന കൺട്രീസ് ആണ് വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞ്. പക്ഷേ നമ്മുടെ ചൈന എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. അത് ഡെമോക്രസി ആയിക്കോട്ടെ, മനുഷ്യാവകാശം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. സോ ആ ഒരു ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്ലോബലൈസേഷൻ 2.0. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. അക്കോർഡിംഗ് ടു ആൻഡ്രൂ ഹേവുഡ്, സിഗ്നിഫിക്കന്റ് ഫോം ഓഫ് ദ ഗ്ലോബലൈസേഷൻ ആണ് മെയിൻലി 3 തരത്തിലുള്ള ഗ്ലോബലൈസേഷനെയാണ് ആൻഡ്രൂ ഹേവുഡ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ. ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ. എന്താണ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്നുള്ളത്? നോ എക്കോണമി ഇൻ ദ വേൾഡ് ഈസ് ഐസൊലേറ്റഡ് ടുഡേ. ദർ ഈസ് ആൻ ഇന്റർലോക്കിംഗ് ഓഫ് ദ ഗ്ലോബൽ എക്കോണമി. ഓക്കെ, സോ ഇന്നെന്ന് പറയുന്നത് ഒരു രാജ്യവും അല്ലെങ്കിൽ അതിന്റെ എക്കോണമിയും ഒറ്റയ്ക്കല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ട്രേഡിന്റെ റെസ്ട്രിക്ഷൻ ഒക്കെ മാറ്റിയതോട് കൂടിയിട്ട് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡുമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഇവിടെ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റുന്നുണ്ട്, അവിടുത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് ഓഫ് മണി അവിടെ നടക്കുന്നുണ്ട്. എക്കോണമീസ്, പൈസ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോ രാജ്യത്തിന്റെ എന്താ സാമ്പത്തിക അവസ്ഥ അതിൽ നല്ല മാറ്റം വരുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട്, അല്ലെ? സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിനെയാണ് എക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമൈസ് ഓഫ് സോവിയറ്റ് യൂണിയൻ ആക്ടഡ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഗ്ലോബൽ എക്കണോമിക് ഇന്റഗ്രേഷൻ. നമുക്കറിയാം 1991 സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു, അല്ലെ? ഇപ്പൊ നമുക്ക് റഷ്യ മാത്രമേ ഉള്ളൂ. സോ ആ സോവിയറ്റ് യൂണിയന്റെ ഡിസിൻറ്റഗ്രേഷൻ കാരണമാണ് ഈ ഒരു എക്കണോമിക് ഗ്ലോബലൈസേഷൻ ഉണ്ടായെന്ന് പറയപ്പെടുന്നു. എക്കണോമിക് ഗ്ലോബലൈസേഷൻ റെഡ്യൂസസ് ദ കപ്പാസിറ്റി ഓഫ് നാഷണൽ ഗവൺമെന്റ് ടു മാനേജ് ദർ എക്കോണമി ടു റെസിസ്റ്റ് ദയർ സ്ട്രക്ചർ അലോങ് ദ ഫ്രീ മാർക്കറ്റ് പോളിസി. സോ മുന്നേ ഞാൻ പറഞ്ഞു, ഓരോ ഗവൺമെന്റിനും അവരുടേതായ കഴിവുകളാണുള്ളത്, അല്ലെങ്കിൽ അവരുടേതായ പവർ ആണുള്ളത്, അവരുടെ രാജ്യത്ത് എന്ത് വേണം, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളത്. പക്ഷേ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം കുറെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വന്നു ഇതിനൊക്കെ ഒരു ലൈക്ക് ഹെഡായിട്ട്, ഇതിനൊക്കെ ലീഡ് ചെയ്യാനായിട്ട്. സോ ട്രേഡിനെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ടാണെങ്കിൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, സോ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. ലൈക്ക് കൂടുതലായിട്ട് ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും വെക്കാൻ പാടില്ല, ഫ്രീ ഈസി മൂവ്മെന്റ് ഓഫ് ദ ട്രേഡ് ആയിരിക്കണം എന്നുള്ളത്. സോ ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ആ റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് ആ ഓരോ രാജ്യത്തിനും ഉണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പൊ എന്താ, ഓരോ രാജ്യത്തെ ഗവൺമെന്റിന് വേറെ ഒരു വഴിയില്ല, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് അവരെ പോളിസീസിൽ മാറ്റം വരുത്തേണ്ടി വരും. അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. സോ അവരുടെ ആ ഒരു പവർ ഈ എക്കണോമിക് ഗ്ലോബലൈസേഷൻ കാരണം കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ. ഓക്കെ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ പ്രോസസ് ബൈ വിച്ച് ഇമേജ് ആൻഡ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ഇൻ വൺ പാർട്ട് ഓഫ് ദ വേൾഡ് ഡിമിനിഷ് ദ കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ നേഷൻ റീജിയൻ ബൈ എൻറ്ററിങ് ദ ഗ്ലോബൽ ഫ്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് വളരെ ഇന്ത്യ ഈസ് നോൺ ഫോർ ദ ഡൈവേഴ്സിറ്റി, അല്ലെ? ജോഗ്രഫിക്കൽ ആയിക്കോട്ടെ, കൾച്ചറൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ടും ഇന്ത്യ വ്യത്യസ്തമാണ്. സോ ഇന്ത്യയുടെ കൾച്ചർ, ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പൊ ഇന്ത്യൻ കൾച്ചറുമായിട്ട് വേറൊരു രാജ്യത്തേക്ക് പോവാന്ന് വിചാരിക്കും.
സോ ഇപ്പൊ നമ്മൾ പഠിക്കാനൊക്കെ വേറെ രാജ്യത്തേക്ക് പോകുന്നുണ്ട്, അപ്പൊ നമ്മൾ നമ്മുടെ കൾച്ചർ അവിടെ പോയാലും നമ്മൾ അത് കാണിക്കും, നമ്മൾ എക്സിബിറ്റ് ചെയ്യും, നമ്മളത് ഷോ ചെയ്യും. അതൊരു മനുഷ്യന്റെ ബിഹേവിയർ ആണ്. അതുപോലെ തന്നെയാണ് അവിടുത്തെ കൾച്ചർ. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും. സോ നമ്മൾ നമ്മുടെ കൾച്ചർ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് ആ രാജ്യത്തിന്റെ കൾച്ചർ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതെടുത്ത് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. സോ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലത്തെ കൾച്ചർ അവിടെ കിട്ടുന്നുണ്ട്, വേറെ രാജ്യത്തെ കൾച്ചർ ഇന്ത്യയിലും കിട്ടുന്നുണ്ട്. ഓക്കെ. സോ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അക്രോസ് കൺട്രി, അല്ലെ? രാജ്യങ്ങൾ തമ്മിലാണ്, കോണ്ടിനെന്റ്സ് തമ്മിലാണ് ഈ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതിനെയാണ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Next come political globalization. Growing importance of international organization which exercises in a transnational jurisdiction like United Nations, also European Union. പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഇതിൽ പറയുന്നത് ഓരോ സ്റ്റേറ്റ്, ഇവിടെ സ്റ്റേറ്റിന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിനല്ല കേട്ടോ. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജ്യങ്ങളെയാണ്. ഓരോ രാജ്യങ്ങൾക്കും അവർക്കുണ്ടായിരുന്ന ആ ഒരു സോവണിറ്റി, നേരത്തെ പറഞ്ഞ മതി, ആ ഒരു പരമാധികാരം ഉണ്ടല്ലോ, നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ലൈക്ക് UN, യൂറോപ്യൻ യൂണിയൻ, ഇവരൊക്കെ നമ്മൾ എക്കണോമിക് ഗ്ലോബലൈസേഷന്റെ കാര്യം പറഞ്ഞ മാതിരി ട്രേഡ് ഇന്ന രീതിയിൽ നടത്തണം എന്ന് പറയുന്ന മാതിരി ഇവരും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ UN ഒരു മെമ്പറാണ്. സോ ആരൊക്കെ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ മെമ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നോ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം. ഇതിപ്പോ നമ്മൾ അങ്ങനെയല്ല, ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയെന്ന് വിചാരിക്കുക, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെയാണ് ഇന്ത്യ അതിന്റെ ഒരു പാർട്ടാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കും. പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ പവറിലാണ് അത് മാറ്റം ഉണ്ടാവുന്നത്. അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ലൈക്ക് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. സോ പരമാധികാരമാണ് ഇവിടെ കുറഞ്ഞു വരുന്നത്. ഓക്കെ. അതാണ് ഈ പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഡേവിഡ് ഹെൽഡ് ഡിഫൈൻ മിലിറ്ററി ഗ്ലോബലൈസേഷൻ ആസ് പ്രോസസ് വിച്ച് എംബേർഡേഴ്സ് ദ ഗ്രേറ്റ് എക്സ്റ്റെൻസിറ്റി. ഓക്കെ. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് ദ ഗ്ലോബലൈസേഷൻസ് ആണ്. ഏതൊക്കെയാണ്? എക്കണോമിക് പറഞ്ഞു, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ പറഞ്ഞു, പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ പറഞ്ഞു. അടുത്തത് ഡേവിഡ് ഹെൽഡ് മിലിറ്ററി ഗ്ലോബലൈസേഷനെ പറ്റി പറയുന്നുണ്ട്. മിലിറ്ററി ഗ്ലോബലൈസേഷൻ നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താ, രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ, വെപ്പൺസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് വെപ്പൺസ് അവരിൽ നിന്ന് വാങ്ങുന്നുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പല ഐഡിയാസുകൾ നമ്മൾ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫോർമേഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പല മീറ്റിംഗ്സുകൾ അറ്റ് ഗ്ലോബൽ ലെവലിൽ, നാഷണൽ ലെവലിൽ പല കൺട്രീസിന്റെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഡിഫൻസ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അവർ മീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത് അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ട്. അതിനെയാണ് മിലിറ്ററി ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ആ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എക്കണോമിക് ഗ്ലോബലൈസേഷൻ ആണെങ്കിൽ എന്താ, ട്രേഡ് കൂടിയിട്ടുണ്ട്, എക്കണോമിക്സ് വലുതായിട്ടുണ്ട്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ ആണ്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ അല്ലെങ്കിൽ ഭരിക്കുക, റൂൾ ചെയ്യുക എന്നാണ് ഉദ്ദേശം. സോ നാഷണൽ ഗവൺമെന്റ്സിന് അവരെ റൂൾ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ. കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്താ, കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമിലർലി മിലിറ്ററി എന്താ ഗ്ലോബലൈസേഷൻ എന്താ, മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. സോ വളരെ സിമ്പിൾ ആണ്, ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ മാൻഫ്രഡ് സ്റ്റേഗർ ഹാസ് ആഡഡ് എക്കോളജിക്കൽ ഗ്ലോബലൈസേഷൻ. അടുത്തത് മാൻഫ്രഡ് സ്റ്റേഗർ പറഞ്ഞ വേറൊരു കാര്യമാണ് എക്കോളജിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ പാർട്ടൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഓരോ രാജ്യം ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ക്ലൈമറ്റിക് ചേഞ്ച്, പിന്നെ അതേപോലെ തന്നെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇതൊന്നും ഒരു രാജ്യം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് അല്ല. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ എക്കോണമിക്കൽ പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, അതിന് ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക, അതിനെയാണ് ഇക്കോളജിക്കൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ജോർജ് റിറ്റ്സർ ഹാസ് ആഡഡ് അതർ ഡയമെൻഷൻ ലൈക്ക് റിലീജിയൻ, സയൻസ് ആൻഡ് സ്പോർട്സ്. സോ റിച്ചർ പറയുന്നത് ഇത് മാത്രമല്ല, റിലീജിയൻ ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഇതും ഗ്ലോബലൈസേഷൻ ഒരു ഡയമെൻഷൻ ആണ്. ഇതും ഇതിന്റെ കൂടെ ഗ്ലോബലൈസേഷന്റെ കൂടെ വലുതായിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രാജ്യത്തിന്റെ പല ഭാഗത്തും പല ആൾക്കാരും ലൈക്ക് പല റിലീജിയനെ ഫോളോ ചെയ്യുന്നവരാണ്. ചിലര്
ബൈ ബർത്ത് ഹിന്ദു ആയിരിക്കാം, എന്നിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തവരുണ്ടായിരിക്കും. ചിലർ ബൈ ബർത്ത് ഹിന്ദു ആയിട്ട് ഇസ്ലാമിലോട്ട് കൺവേർട്ട് ആയവരായിരിക്കാം. സോ ഈ ഗ്ലോബലൈസേഷന്റെ പ്രോസസ്സ് വന്നതോടുകൂടി ഈ ഒരു കൺവേർഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള റിലീജിയൻ സ്വീകരിക്കുക, അത് ഫോളോ ചെയ്യുക, അത് വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ വന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, science has become a global enterprise as its knowledge base informed by inputs from many part of the world, and that knowledge is virtually disseminated. ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. അത് അത് ഒരു ഫൈനൽ റിസൾട്ട് ആയി കഴിഞ്ഞാൽ ലൈക്ക് ഓൾ ഓവർ ദ വേൾഡ് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇൻഫോർമേഷൻസ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഓരോ രാജ്യത്തും ഓരോ ഡെവലപ്മെന്റ് സയൻസ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് പല രാജ്യത്തിലേക്ക് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സയൻസ് അല്ലെ സയന്റിഫിക് ഡയമെൻഷൻ ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വരുന്നതാണ് സ്പോർട്സ്. സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം കൂടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കുമ്പോൾ നമ്മൾ ലൈക്ക് ഇന്ത്യ എത്ര മെഡല് അതിൽ നേടി എന്നുള്ളത് നമ്മൾ ഇത്ര ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ അതിൽ നോക്കിയിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഫുട്ബോളൊക്കെ ലൈക്ക് വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്ത ഒരു സ്പോർട്സ് ഗെയിമാണ് എന്ത് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടെന്നീസ്. സോ ഇപ്പൊ റയൽ മാഡ്രിഡിന്റെ കളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഉറക്കമൊഴിച്ചൊക്കെ അതിരുന്ന് കാണാനായിട്ട് ഇരിക്കും അല്ലെ. സോ അതാണ് പറയുന്നത്, ലൈക്ക് അതിൽ ഇന്ത്യ പോലും ഇല്ല, അതാണ് രസം. ലൈക്ക് ഇന്ത്യ അതിലൊരു ടീമേ അല്ല, എന്നിട്ട് പോലും നമ്മൾ ആ ഒരു ഗെയിം ഇത്രയും ആകാംക്ഷയോടെ കാണാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു ഡയമെൻഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ. സോ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ഗ്ലോബലൈസേഷൻ. ഇനി അത് കൂടാതെ ഡിജിറ്റൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇപ്പൊ കറന്റ് ആയിട്ട് നടക്കുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിജിറ്റൽ ഗ്ലോബലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ 4.0. The present phase of the globalization facilitated by the onset of third industrial revolution, the era of internet, rapid transport and the communication. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താ കുറേ മാറ്റങ്ങൾ ടെക്നോളജിക്കലി അതേപോലെ തന്നെ ഡിജിറ്റലി വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് വന്നു, നമുക്ക് ലോകത്ത് എവിടെ ഇരിക്കുന്ന ആൾക്കാരെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഈസിയായി. എയർലൈൻസ്, അതേപോലെ തന്നെ റെയിൽവേയിൽ മാറ്റങ്ങൾ വന്നു, ബാക്കി മീൻസ് ഓഫ് ദ ട്രാൻസ്പോർട്ടേഷൻ വന്നു. പിന്നെ ഇ ബാങ്കിങ്, അതേപോലെ തന്നെ ഇ കൊമേഴ്സ് ബിഗൻ, അതേപോലെ തന്നെ ഇ ഷോപ്പിംഗ്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദോ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും സമയം എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത് അതെത്തും. പിന്നെ ഇപ്പൊ ബാങ്കിൽ പോവാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ബാങ്കിന്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇ കൊമേഴ്സ്, ഇതൊക്കെ ഇന്റർനെറ്റ് വന്നതോടുകൂടി അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് ഗ്ലോബലൈസേഷന്റെ ഡിജിറ്റൽ ഗ്ലോബലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഇന്റർനെറ്റ് അലൗഡ് ഫർദർ ഗ്ലോബൽ ഇന്റഗ്രേഷൻ ഓഫ് ദ വാല്യൂ ചേഞ്ച്. സോ ഈ ഒരു ഇന്റഗ്രേഷൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി ആണ്. ആ ഗ്ലോബൽ കമ്മ്യൂണിറ്റിനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാനായിട്ട് ഇന്റർനെറ്റ് വളരെയധികം ഒരു റോള് വഹിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൈബർ വേവ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ഇപ്പൊ AI ഉണ്ടല്ലേ. എന്ത് ചോദിച്ചാലും നമുക്ക് AI നമുക്ക് ഉത്തരം തരും. അസൈൻമെന്റ് ആയിക്കോട്ടെ, പ്രൊജക്ട് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മുടെ ടാസ്ക് വളരെ ഈസി ആയിട്ട് ചെയ്തു തരും അല്ലെ AI. അതേപോലെ തന്നെയാണ് റോബോട്ടിക്സ്. മുന്നേ റോബോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് വളരെ വിരലുണ്ടാവുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പല റെസ്റ്റോറൻറ്റ്സിലൊക്കെ റോബോട്ട്സ് ആണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ലൈക്ക് എത്രത്തോളം നമ്മൾ വളർന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ 3D പെയിന്റിങ്, ഇതൊക്കെയാണ് ഈ ഒരു സൈബർ വേൾഡ് അല്ലെങ്കിൽ ഇപ്പൊ കറന്റ്ലി ഓൺ ഗോയിങ് വേവ് ഓഫ് ദ ഗ്ലോബലൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇത്രയാണ് ഗ്ലോബലൈസേഷൻ, ദ ആസ്പെക്ട് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എന്ന് പറയാനുള്ളത്. നമ്മൾ ഡിഫറെന്റ് മീനിങ് പഠിച്ചു, അതൊരു മൾട്ടി ഡയമെൻഷണൽ പ്രോസസ് ആണെന്ന് പഠിച്ചു. പിന്നെന്താ, പല ഫേസിൽ കൂടെയാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ ഉണ്ടായിട്ടുള്ളതെന്ന് പഠിച്ചു. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പിന്നെന്താ, ഡിഫറെന്റ് ആസ്പെക്റ്റുകൾ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ പഠിച്ചു. മിലിറ്ററി ഗ്ലോബലൈസേഷൻ, ഡിജിറ്റൽ ഗ്ലോബലൈസേഷൻ. സോ ഈ ഒരു പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. ഇനി പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ടിൽ ദെൻ ബൈ, ഹാപ്പി ലേണിംഗ്.